ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരും, ഇന്നത്തെ ക്ലാസ് നമ്മൾ ചിന്തിക്കുക, നിന്നിലുള്ള നന്മകൾ നീ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇന്ന് തമ്പുരാൻ പറയുകയാണ്, നിന്നിലുള്ള നന്മകൾ നീ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാൻ നമുക്ക് ഒത്തിരി നന്മകൾ നൽകിയിട്ടുണ്ട്. നന്മയുടെ ഫലങ്ങൾ എല്ലാ വ്യക്തികളും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണത്. അതായത് നിനക്ക് വിശുദ്ധിയുടെ കൃപ ദൈവം നൽകിയിട്ടുണ്ട്, പുണ്യങ്ങളുടെ അഭിഷേകം നിനക്ക് നൽകിയിട്ടുണ്ട്, നന്മ ചെയ്യാനുള്ള കൃപ നിനക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ അനവധിയായ നന്മകൾ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് കാത്തു സൂക്ഷിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിന്നിലുള്ള നന്മകൾ നീ കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കും. നീ ഒരു മാതൃകാ വ്യക്തിത്വത്തിനുടമയായിരിക്കണം. കുടുംബത്തിൽ, സമൂഹത്തിൽ നല്ലൊരു അപ്പനായിരിക്കുക, നല്ലൊരു അമ്മയായിരിക്കുക, നല്ലൊരു മകനായിരിക്കുക, മകളായിരിക്കുക. ദൈവം ഒത്തിരി നന്മകൾ പ്രിയപ്പെട്ട നമുക്ക് നൽകിയിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങൾക്കും എനിക്കും ദൈവം ഒത്തിരി നന്മകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കരാണ്. പക്ഷേ ലോകത്തിൻ്റെ ചില മേഖല കടന്നുകൂടുമ്പോൾ നമ്മളുള്ള ആ നന്മ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം ആഗ്രഹകരമാണ്, നിനക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ, നിനക്ക് ലഭിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ നീ അത് കാത്തു സൂക്ഷിക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മൾ നല്ല മക്കളായിരുന്നു. എന്നാൽ പ്രായം കൂടിയപ്പോഴും ചില മേഖലകളൊക്കെ നമ്മളിലേക്ക് കടന്നു വരാണ്. തിന്മയുടെ മേഖലകൾ കടന്നു വരാറുണ്ട്. പക്ഷേ ദൈവം നമ്മൾ പറയുകയാണ്, അതൊക്കെ മാറ്റിവെച്ച് നിന്നുള്ള നന്മയുടെ നിക്ഷേപങ്ങൾ നീ പരിപോഷിപ്പിക്കുക. നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 തിമോത്തിയോസ് 1:14 നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം പറയുകയാണ്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില നിക്ഷേപങ്ങളുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ വിശുദ്ധിയുടെ, ദൈവഭയത്തിൻ്റെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ, കൂട്ടായ്മയുടെ ഈ നല്ല നിക്ഷേപങ്ങൾ വചനം പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ അത് എന്ത് ചെയ്യണം? ഈ നന്മയുടെ ഫലങ്ങൾ നീ കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ലോകത്തിൽ ദൈവത്തെ അനുകരിക്കുന്നവരെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തിൽ നൽകുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ദൈവം നന്മയാണ്, ദൈവം സ്നേഹമാണ്, ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയുടെ പ്രതീകമാണ്. അപ്പം ഇതെല്ലാം നിനക്കും ദൈവം നൽകിയിട്ടുണ്ട്. വിശുദ്ധിയുടെ ഒരു കൃപ, നന്മയുടെ ഒരു അഭിഷേകം, ഇതെല്ലാം ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ഒരു കൃപ നിനക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നീ കാത്തു സൂക്ഷിക്കണം. ഇത് നീ നഷ്ടപ്പെടുത്താൻ പാടില്ല. ലോകത്തിന് കെണിയിൽപ്പെടുത്തൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ദൈവം പറയുക, ഈ നന്മകളെല്ലാം നീ, ഈ നിക്ഷേപങ്ങളെല്ലാം നീ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധാത്മൻ്റെ വലിയ കൃപയാൽ ഇതെല്ലാം നിലനിർത്തി ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവിനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.